ഓക്കെ, ഇതിലിനി ബൾക്ക് അപ്ഡേറ്റ് എന്താണെന്ന് പഠിക്കാം. ഈ ബൾക്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഒരു 50 പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്ക് 10 സ്റ്റോക്കിൽ നിന്ന് 2 ആക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റിലും പോയിട്ട് 10 ഉള്ളത് 2 ആക്കണം, ഓരോ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്തിട്ട്. അതിന് പകരമാണ് ഈ ബൾക്ക് അപ്ഡേറ്റ്. ബൾക്കായിട്ട് ഒറ്റയടിക്ക് അപ്ഡേറ്റ് ചെയ്യുക. നമുക്ക് 2 വഴിയാണുള്ളത് ബൾക്ക് അപ്ഡേറ്റിന്. ഒന്ന്, നമ്മളൊരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ബൾക്കി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ കാണാം ബൾക്കി. അതിൽ എഡിറ്റ് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ വരും. അതിൽ ഈ ബൾക്കി എന്ന് പറയുന്ന പ്ലഗിൻ ഇതിന് വേണ്ടി മാത്രമാണ്, ബൾക്ക് പ്രൊഡക്റ്റിന് വേണ്ടി. കുറേ ഓർഡറുകൾ ഒറ്റയടിക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ഓർഡേഴ്സിലേക്ക് പോവാം. കുറേ കൂപ്പണുകൾ ഉണ്ടാക്കി വെച്ചത് എഡിറ്റ് ചെയ്യണം, അതിൻ്റെയൊക്കെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം വെച്ചെങ്കിൽ എഡിറ്റ് കൂപ്പൺസിൽ പോകാം. ഇനി കുറേ റിവ്യൂസുകൾ ഒറ്റയടിക്ക് മാറ്റണം വെച്ചാൽ എഡിറ്റ് റിവ്യൂസ്. ബൾക്കി എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള മാത്രത. ഇതാണ് അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ വരിക. ഇതിൽ കണ്ടില്ലേ, ഫസ്റ്റത്തെ ഇതൊരു വേരിയബിൾ പ്രൊഡക്റ്റാണ്. ഇതാണ് അതിൻ്റെ റെഗുലർ പ്രൈസ്, ഇതാണ് അതിൻ്റെ സെയിൽ പ്രൈസ്, ഇത്രയാണ് സ്റ്റോക്ക് എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം അല്ലേ? എങ്ങനെ എഡിറ്റ് ചെയ്യുക? ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ വാല്യൂ ചേഞ്ച് ചെയ്യുക, എന്നിട്ട് ഏറ്റവും അവസാനം ഇവിടെ സേവ് ബട്ടൺ, ഇതാണ് സേവ് ബട്ടൺ. അതടിച്ച് കഴിഞ്ഞാൽ സേവായി. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഇഷ്യൂ ഉള്ളത് ഞാൻ കണ്ടത്, ഒരുവിധം എല്ലാ ഫീൽഡും എഡിറ്റ് ചെയ്യാം നമുക്ക് ഇതിൽ, ഇപ്പം എക്സെപ്റ്റ് ഒരു ഫീൽഡ് ഒഴിച്ച്. അത് ഏതാ ഫീൽഡ് വെച്ചാൽ ലാൻഡിങ് കോസ്റ്റ്. അപ്പോൾ അത് തിരയുമ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ ലാൻഡിങ് കോസ്റ്റ് ഈ ബൾക്കി വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ലാൻഡിങ് കോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ വന്നിട്ട് കാര്യമില്ല. ഇനി ഇപ്പോൾ ഇതിൽ 3 ഫീൽഡേ കാണിക്കുന്നുള്ളൂ. അത് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ പോവാം. ഇതാ കണ്ടില്ലേ, ഫീൽഡ്സ് ടു എഡിറ്റിൽ നമുക്ക് എത്ര ഫീൽഡ് വേണമെങ്കിൽ ഇതിൽ സെലക്ട് ചെയ്യാം. സ്റ്റോക്ക് സ്റ്റാറ്റസ് എഡിറ്റ് ചെയ്യാം, ടാഗ്, വെയിറ്റ്, ലെങ്ത്ത്, അങ്ങനെ ഏത് ഫീൽഡ് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്തിട്ട് ഇവിടെ സേവ് ബട്ടൺ ഉണ്ട്. സേവ് ബട്ടൺ എനേബിൾ ആയാലും ഇതേ കളറിൽ തന്നെയാണ് വരണേ കേട്ടോ. അപ്പോൾ ഇത് എനേബിൾ ആണ് ഓൾറെഡി. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ഫീൽഡും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ സേവ് അടിച്ചാൽ 4 ഫീൽഡ് ഇവിടെ കാണിക്കും എഡിറ്റ് ചെയ്യാൻ. ഞാനിപ്പോൾ ഇത് 3 കാണിച്ചുകൊണ്ട് 3. ഇനി സ്റ്റോക്ക് ഇവിടെ 0 എന്നുള്ളത് 10 ആക്കണമെങ്കിൽ 10 എന്നിട്ടിട്ട് ആ സേവ് ബട്ടൺ അടിച്ചാൽ മതി. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഇവിടെ ബൾക്കി എന്ന് പറയുന്ന അപ്ഡേറ്റ്, ബൾക്ക് അപ്ഡേറ്റ്. ഓരോരോ പ്രൊഡക്റ്റ് ഇവിടെ കാണിച്ചു തരും. ഇനി നമുക്ക് ഇതിൽ തന്നെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേക്കുള്ളതാണ്. ഇതിൽ നമുക്ക് ഈ കാണിച്ച ഫിൽട്ടർ ചെയ്യാം. നമുക്ക് ഫിൽട്ടർ ചെയ്യുമ്പോൾ എന്ത്, ഒരു കാറ്റഗറി മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റുകൾ മാത്രമേ കാണിക്കുള്ളൂ. ഇല്ലെങ്കിൽ 5000 രൂപ തൊട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് എഡിറ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അത് വെച്ച് ചെയ്യാം. കണ്ടോ, എല്ലാ ആട്രിബ്യൂട്ടുകളും ഇവിടെ കാണിക്കും നമ്മൾ കൊടുത്തിരിക്കുന്നത്, മാട്രസ് തിക്നെസ്, അത് ഇത്. അപ്പോൾ ഏത് വെച്ച് വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്യാം. ഫിൽട്ടർ ചെയ്യണത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ? ഫിൽട്ടർ ചെയ്യണത് ആ പ്രൊഡക്റ്റുകൾ മാത്രം കാണിക്കാൻ. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാമല്ലോ ഈസി ആയിട്ട്. ഇതാണ് ബൾക്കി. ഇനി ഞാൻ പറഞ്ഞു ഇതിനുള്ള ഏക കുറവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലാൻഡിങ് പ്രൈസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബൾക്കി വെച്ചിട്ട്. അതുകൊണ്ട് പേടിക്കേണ്ട, നമുക്ക് വേറെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഞാനിതിന് മുന്നേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മാഗ്നീൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്ക് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണ പ്ലഗിൻ്റെ പേരെന്താ? ആറ്റം ഇൻവെൻട്രി. ഇത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്താ ഓപ്ഷൻസ് എന്നുള്ളത്. അതിൽ സ്റ്റോക്ക് സെൻട്രലിൽ പോവാം. സ്റ്റോക്ക് സെൻട്രലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യൂ കിട്ടും. അത് ഞാൻ ഓൾറെഡി വ്യൂ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കും നിങ്ങൾ കാണുക. കണ്ടോ, ഓരോ പ്രൊഡക്റ്റും അതിൽ SKU കോഡ്, സപ്ലയർ ആരാ, റെഗുലർ പ്രൈസ്, സെയിൽ പ്രൈസ്, പർച്ചേസ് പ്രൈസ്. ഈ പർച്ചേസ് പ്രൈസ് ആണ് ലാൻഡിങ് കോസ്റ്റ് അല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് എത്രയുണ്ടെന്നും ഇത് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്യും. സ്റ്റോക്കുകൾ 10 ഉണ്ടെന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വന്നാൽ പെട്ടെന്ന് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെക്കുക. അപ്പോൾ ഒരു കട്ടിൽ, ഡോം കട്ടിലാണ് എഡിറ്റ് ചെയ്യണേ എന്ന് വെക്കുക. അപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല അല്ലേ? ഡോം ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊന്നുമല്ല, ഇത് ഹെഡിങ് പോലെയാണ്. ഇതുമ്പോൾ സെലക്ട് ചെയ്താൽ ഇതിൻ്റെ എല്ലാ വേരിയേഷൻസും അടിയിൽ ഇങ്ങനെ എക്സ്പാൻഡ് ആവും. കണ്ടില്ലേ? 3 feet നോ സ്റ്റോറേജ് ഡോം, 4 feet നോ സ്റ്റോറേജ്. ഇനി ഇതിൻ്റെ പ്രൈസ് മാറ്റണം വെച്ചെങ്കിൽ 15,200 എന്നുള്ളത് മാറ്റി 15,500 എന്നാക്കി സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്താൽ മാത്രം പോരാ. എന്നിട്ട് ഇവിടെ മുകളിൽ വന്നിട്ട് സേവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ഞാൻ കാണിച്ചു തരാം. നമുക്ക് വെരിഫൈ ചെയ്യാം ഒരെണ്ണം. ഓക്കെ, ഏതാണ്? നമുക്ക് ഷട്ടറിൻ്റെ നോക്കാം. ഏത് വേണമെങ്കിൽ ചെയ്യാം. ഷട്ടറിൻ്റെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വേരിയേഷൻസും എക്സ്പാൻഡ് ആവും. ഈ 19,520 ഉള്ളത് 19,500 ആക്കാൻ പോവാം. ഏതിന്? 3 അടി
ഷട്ടർ ടീക്കിന്. എന്നിട്ട് ഞാൻ സെറ്റ് അടിച്ചാൽ മാത്രം പോരാ, ഇവിടെ മുകളിൽ സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. അത് സേവ് ചെയ്യണം, എന്നാലേ സേവ് ആവുള്ളൂ. ഇവിടെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ റെഡ് കളറിൽ കാണിക്കും നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, 19,520 ഉള്ളത് 19,500 ആക്കി, അതാണ് റെഡ്. ഈ പെർസെൻറ്റേജ് റെഡിലാണ് ഓട്ടോമാറ്റിക് കാണിക്കുന്നത്. അതല്ലാതെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നതൊക്കെ റെഡിൽ കാണിച്ചു തരും നമുക്ക്. ഈ എൻ്റെ സ്ക്രീനിൽ കണ്ടോ, വേറെ ഒന്നും റെഡിലില്ല. അതായത് ഇതാണ് നമ്മളിവിടെ എഡിറ്റ് ചെയ്തതെന്ന് കാണിക്കാനാണ്. കാരണം എന്താ, നമ്മൾ തെറ്റി പലയിടത്തും ഡാറ്റ ക്ലിക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബൾക്ക് അപ്ഡേറ്റ് ആയതുകൊണ്ട് റിസ്ക് അല്ലേ, അതുകൊണ്ടാണ് ആ ഒരു കളർ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നോക്കാട്ടോ, നമുക്ക് ഷട്ടർ ടീക്ക് കോട്ട് 19,520 3 അടിക്ക് ഇവിടെ വില അല്ലേ. ഇനി നമുക്കിത് സേവ് അടിക്കുക, 19,500 ആക്കി. അത് സേവ് അടിക്കുമ്പോൾ എല്ലായിടത്തും അപ്ഡേറ്റ് ചെയ്യണ്ടോ നോക്കാം. സേവ് ചെയ്തു. ഇനി ഇവിടെ വന്നിട്ട് ഒന്ന് റിഫ്രഷ് അടിക്കുക. 19,520 3 ഫീറ്റ് ഷട്ടർ ടീക്ക് ഉള്ളത് 19,500 ആയിട്ടുണ്ടാവും. അത് MRP ആണ് ഇട്ടാണ്. ഞാൻ ലാൻഡിങ് കോസ്റ്റ് എല്ലാം അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ലാൻഡിങ് കോസ്റ്റും ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് ക്ലിക്ക് ചെയ്യുക, ഇത് സെറ്റ് ചെയ്യുക, ഇത് അടിക്കുക. നോക്കാം, ഷട്ടർ ടീക്ക് 3 കണ്ടോ, 19,500 മനസ്സിലായില്ലേ. ഇനി ഇത് 520 ആക്കണമെങ്കിൽ ഇവിടെ 520 ആക്കി ഈ സ്ക്രീനിൽ നിന്നും നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതാക്കി ഇനി എവിടെയാ സേവ് ബട്ടൺ, ഇത് സേവ് അടിക്കുക. ഇതിൽ പക്ഷേ ബൾക്കിയിൽ കണ്ടോ കളറൊന്നും മാറ്റി കാണിച്ചു തരുന്നില്ല. പക്ഷേ ആറ്റം ഇൻവെൻട്രിയിൽ നമ്മൾ ചേഞ്ച് ചെയ്യണതൊക്കെ കളർ ഏതാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ ഡിഫറൻസ് ആണ് കേട്ടോ. ഇനി നോക്കാം, 19,520 ആക്കിയത് 19,500 ആയോ എന്ന് ഓട്ടോമാറ്റിക്കായിട്ട്. ഏതാണ് ഷട്ടർ ടീക്ക്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് സെലക്ട് ക്ലിക്ക് അടിച്ചാൽ എല്ലാം എക്സ്പാൻഡ് ആവും. 19,520 കണ്ടില്ലേ. അപ്പോൾ അവിടെ ബൾക്കിയിൽ അപ്ഡേറ്റ് ചെയ്താൽ എല്ലായിടത്തും അപ്ഡേറ്റ് ചെയ്യും. ഇതേപോലെ സ്റ്റോക്ക് സെൻട്രൽ ആറ്റം ഇൻവെൻട്രിയിൽ കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ എല്ലായിടത്തും അപ്ഡേറ്റ് ആവും. ഓക്കെ, ഇങ്ങനെയാണ് ബൾക്കായിട്ടുള്ള അപ്ഡേറ്റ്. അപ്പോൾ എന്തെങ്കിലും സെയിൽ പ്രൈസോ റെഗുലർ പ്രൈസോ പർച്ചേസ് പ്രൈസോ സ്റ്റോക്കോ ഏത് ഇല്ലെങ്കിൽ ഈവൻ പ്രൊഡക്റ്റ് കോഡ് കുറേണ്ണത്തിൻ്റെ മാറ്റണം, സപ്ലയർ മാറ്റണം, എന്ത് വേണമെങ്കിലും ഇവിടെ വരിക. ആറ്റം ഇൻവെൻട്രിയിൽ സ്റ്റോക്ക് സെൻട്രലിൽ പോവുക, നേരെ ആവശ്യമുള്ളത് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഒരു സേവ് ബട്ടൺ വരും, അതടിക്കുക. ഓക്കെ.